നമസ്കാരം. നിമിഷപ്രിയ കൊല്ലപ്പെടണോ അതോ അവൾക്ക് മാപ്പ് കിട്ടണോ? നിമിഷപ്രിയ കുറ്റവാളിയാണോ അതോ നിരപരാധിയാണോ? നമ്മുടെ നാട്ടിൽ ഇതേക്കുറിച്ച് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് നിമിഷപ്രിയ പാവമാണ്, നിരപരാധിയാണ്, അവൾക്ക് മാപ്പ് കിട്ടണം. എന്നാൽ മറ്റൊരു കൂട്ടർ പറയുന്നത് അവളൊരു കൊലപാതകിയാണ്, അവൾക്ക് ഒരു കാരണവശാലും ശരി മാപ്പ് കിട്ടാൻ പാടില്ല, അവൾക്ക് ദൈവത്തിൻ്റെ നിയമമായിട്ടുള്ള മരണശിക്ഷ തന്നെ കിട്ടണം. ഇപ്പോൾ അവളുടെ മോചനത്തിന് ഏകദേശം വാതിൽ തുറന്നുകൊടുത്ത കാന്തപുരം മുസല്യാരുടെ ഇടപെടലിനെ പോലും ചോദ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം അവളൊരു കൊലപാതകിയാണ്, അതുകൊണ്ട് തന്നെ അവളെ രക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നിമിഷപ്രിയ നിരപരാധിയാണോ അതോ അപരാധിയാണോ എന്നാണ്. നമ്മുടെ മുമ്പിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് നമ്മളിതിനെ വിശകലനം ചെയ്യുമ്പോൾ നിമിഷപ്രിയ പാലക്കാട്ടുള്ള ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയാണ്. കൂലിപ്പണിക്കാരായിരുന്നു അവരുടെ അച്ഛനമ്മമാർ. അച്ഛനെപ്പോഴുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അമ്മയുടെ പേര് ഞാൻ പത്രങ്ങളിൽ കണ്ടു, പ്രേമകുമാരി എന്നാണ് അമ്മയുടെ പേര്. അവളൊരു പള്ളിയുടെ സഹായത്തോടു കൂടിയാണ് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയത്. അതിനുശേഷം അവൾ യമനിലേക്ക് ഒരു ജോലി തേടിപ്പോയി. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഒരു വലിയ ഗുണമാണ് നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ജോലി തേടി പുറത്തേക്ക് പോകണം എന്നുള്ളത്. ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു വച്ചിരിക്കുന്നത് കച്ചവടത്തിന് വേണ്ടിയാണ്. അവിടെ ചെന്ന് നമ്മളവിടെ കച്ചവടത്തിന് ഇരകളായിട്ട് മാറി അവർ തരുന്ന കടലാസ് വാങ്ങിക്കൊണ്ട് പുറത്തു പോകണം. ഇവിടെ ജോലി കിട്ടില്ല. വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ ഇവിടെ ലഭിക്കാത്തത് കൊണ്ട് ഇവിടെ പഠിച്ചിറങ്ങുന്ന പിള്ളേർ മൊത്തം കേരളത്തിൻ്റെ അതിർത്തി കഴിഞ്ഞ് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരാണ്. നമ്മുടെ നാടിനെ വികസനത്തിൻ്റെ പാതയിലൂടെ നയിക്കുന്നവർ എന്നൊക്കെ അഭിമാനം കൊള്ളുന്ന, അങ്ങനെയൊക്കെ ഗീർവാണം അടിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ചെയ്തി മൂലമാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യമനിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ ഈ അവസ്ഥയ്ക്ക് ഒന്നാമത്തെ കാരണക്കാർ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരാണ്. അങ്ങനെ യമനിലേക്ക് പോയി 2008 പോയി എന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് അവൾ ഒരു നേഴ്സായിട്ട് ജോലി ആരംഭിച്ചു. തുടർന്ന് അവൾ നാട്ടിലെത്തി ടോമി എന്ന പേരുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചു. അവർക്കൊരു കുട്ടിയുണ്ടായി. ടോമിയും അവളുടെ കൂടെ യമനിലേക്ക് പോയി. രണ്ടുപേരും അവിടെ ജോലി ചെയ്തു, കുറേ പണമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ കുറച്ച് പണമായപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്താലോ എന്നാലോചിച്ചു. നിമിഷപ്രിയയ്ക്ക് അറിയാവുന്നത് നഴ്സിംഗ് ജോലിയാണ്, അതുകൊണ്ട് ഒരു ക്ലിനിക്ക് തന്നെ ആയാലോ എന്ന് ചിന്തിച്ചു. അങ്ങനെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ അവർ തീരുമാനിച്ചു. യമനിലെ നിയമം വെച്ച് അവിടെയുള്ള ഒരു ലോക്കൽ പാർട്ണറെ കണ്ടെത്തി. തലാൽ അബ്ദോ മെഹദി എന്നായിരുന്നു അയാളുടെ പേര്. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ഇങ്ങനെയൊരു നിയമമുണ്ട്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അവിടെയുള്ള ഒരു പൗരൻ അതിൻ്റെ പാർട്ണറായിരിക്കണം. അതേപോലെ ഒരു നിയമം യമനിലുമുണ്ട്. അങ്ങനെ തലാൽ അബ്ദോ മെഹദി എന്ന് പറയുന്ന വ്യക്തിയുമായി ചേർന്ന് നിമിഷപ്രിയ ഒരു ക്ലിനിക്ക് തുടങ്ങി. ക്ലിനിക്ക് തുടങ്ങിയിട്ട് വീണ്ടും അവൾ കുടുംബമായിട്ട് നാട്ടിൽ വന്നു. ആ വന്ന സമയത്ത് ഭർത്താവിനും കുഞ്ഞിനും തിരികെ പോകാൻ എന്തോ സാഹചര്യം സാധിച്ചില്ല. അവൾ തിരികെ പോയി. അങ്ങനെ അവൾ തനിച്ച് അവിടെ ചെന്ന സമയം മുതലാണ് തലാൽ അബ്ദോ മെഹദിയുടെ പെരുമാറ്റം മാറാൻ തുടങ്ങുന്നത്. ഇവളോട് മുമ്പുണ്ടായിരുന്ന മാന്യതയൊക്കെ അയാൾ നഷ്ടപ്പെടുത്തി മോശമായ രീതിയിൽ പെരുമാറാനും ക്ലിനിക്കിൻ്റെ വരുമാനം മൊത്തം അയാൾ തന്നെ സ്വന്തമായിട്ട് എടുക്കാനും തുടങ്ങി. ഇവൾ ഇൻവെസ്റ്റ് ചെയ്ത പണമുണ്ടെങ്കിൽ ശരി, അതിൻ്റെ ലാഭമൊന്നും ഇവൾക്ക് കൊടുക്കാതെ അയാൾ തന്നെ ലാഭമെല്ലാം എടുക്കുക. തുടർന്ന് ഇവളെ ഭീഷണിപ്പെടുത്തുക, ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യുക. ഇവൾ അയാളുടെ ഭാര്യയാണ് എന്നുള്ള വ്യാജരേഖകൾ ഉണ്ടാക്കുക. ഒരുപക്ഷെ ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ യമനിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണും. അതുകൊണ്ട് അതിനുവേണ്ടിയും അയാളൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി. അങ്ങനെ താൻ മൊത്തത്തിൽ അകപ്പെട്ടു എന്ന് നിമിഷപ്രിയയ്ക്ക് മനസ്സിലായി. ഇയാളുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അവൾ അവിടെ പോലീസിൽ പരാതി കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. പോലീസ് പിടിച്ച ശേഷം ഇയാൾക്ക് ഇവളോടുള്ള ദേഷ്യം കൂടുതൽ കൂടി. ഇവളെ കൂടുതലായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാലും മതി എന്ന് മാത്രമായിരുന്നു നിമിഷപ്രിയയുടെ ആഗ്രഹം. അവൾക്ക് മറ്റൊന്നും വേണ്ട. എങ്ങനെയെങ്കിലും അവളുടെ പാസ്പോർട്ട്, ഇവളുടെ പാസ്പോർട്ട് അയാളുടെ കൈവശം വെച്ചിരിക്കുകയാണ്. അത് കൊടുക്കാതെ അവൾക്ക് അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനങ്ങ് പോയേക്കാമെന്ന് പറഞ്ഞിട്ടും ഇയാളെ സമ്മതിക്കാതെ ഇവളെ അവിടെ പിടിച്ചു നിർത്തി, ഇവളുടെ സേവനം ഉപയോഗപ്പെടുത്തി, ഇവളുടെ പണം അടിച്ചു മാറ്റി, ഇവളെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്ത് ഒക്കെ മുമ്പോട്ട് പോകുമ്പോൾ ഇവളുടെ ഒപ്പം അതേ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന ഹനാൻ എന്ന പേരുള്ള യമനി സ്വദേശിയായിട്ടുള്ള ഒരു യുവതി നഴ്സ് ഇപ്പോഴാണ് ഇവളോട് പറഞ്ഞത്, നീ ഇയാളെ ബോധം കെടുത്താനുള്ള മരുന്ന് കൊടുത്ത് ഇയാളെ മയക്കി കിടത്തുക, എന്നിട്ട് പാസ്പോർട്ടുമായിട്ട് നീ രക്ഷപ്പെടുക, അതേ വഴിയുള്ളൂ. നിമിഷപ്രിയയ്ക്കും അത് പ്രായോഗികമായ ഒരു വഴിയാണെന്ന് തോന്നി. അങ്ങനെ തലാലിനെ ഇവർ ബോധം കെടുത്തി. പക്ഷേ നിർഭാഗ്യവശാൽ ബോധം കെടുത്താനായിട്ട് കൊടുക്കുന്ന സെഡേറ്റീവിൻ്റെ അളവ്
കൂടിപ്പോയതുകൊണ്ട് അയാൾ അതുമൂലം തന്നെ മരണപ്പെട്ടു. അപ്പോൾ അയാളുടെ ശരീരം അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി ഇവർ രണ്ടുപേരും ചേർന്ന് അയാളുടെ ശരീരങ്ങൾ പീസുകളാക്കി ഒരു വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു. ആ കെട്ടിടത്തിന് മുകളിലുണ്ടായിരുന്ന ഒരു വാട്ടർ ടാങ്കിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചു. പിന്നീട് നിമിഷപ്രിയ അവിടെ നിന്നും 100-200 കിലോമീറ്റർ അകലെയുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ശരി, അതിനു മുമ്പ് പോലീസ് പിടിയിലായി. ബാക്കിയെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്രൈം ചെയ്ത നിമിഷപ്രിയ യഥാർത്ഥത്തിൽ ഒരു അപരാധിയാണോ അതോ നിരപരാധിയാണോ? ഒരു ജഡ്ജ്മെൻറ്റ് കോടതി പുറപ്പെടുവിക്കുമ്പോൾ പലപ്പോഴും പല കോടതികളും നിയമവശം മാത്രമേ നോക്കുകയുള്ളൂ. മാനുഷിക പരിഗണനയോ അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളോ ചില ജഡ്ജിമാർ നോക്കാറില്ല. ഇവിടെ നിമിഷപ്രിയയ്ക്ക് ഈ തലാൽ എന്ന് പറയുന്ന വ്യക്തിയെ കൊലപ്പെടുത്തണം എന്ന ആഗ്രഹമുണ്ടായിരുന്നില്ല. ഇതൊരു ഡെലിബറേറ്റ് മർഡർ അല്ല, മനഃപൂർവ്വമായിട്ട് നടത്തിയ നരഹത്യയല്ല, മറിച്ച് അവൾ രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൽ പറ്റിപ്പോയ ഒരു അബദ്ധമാണ്. നിമിഷപ്രിയ പറയുന്ന ഈ കഥ, അതായത് ഈ സംഭവിച്ചതിനെക്കുറിച്ച് അവൾ പറയുന്ന കാര്യങ്ങൾ, അതിനപ്പുറത്തേക്ക് മറ്റൊരു ഭാഷ്യം ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. അതായത് എന്തിനു വേണ്ടി ഈ കൊലപാതകം നടന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇത് മാത്രമാണ്. ഇവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ് ഇത്. അത് കൊലപാതകമായിട്ട് ചെയ്തതല്ല, അയാളെ മയക്കിക്കിടത്താൻ ശ്രമിച്ചതാണ്, അത് അബദ്ധവശാൽ മരണമായിട്ട് മാറിയതാണ്. മറ്റേതെങ്കിലും കാരണവശാൽ നിമിഷപ്രിയ ഇങ്ങനെ ഒരു ക്രൈം ചെയ്തു എന്ന് അവരുടെ കുടുംബം പോലും പറയാത്ത കാലത്തോളം ഈ പറയുന്ന വസ്തുതകളാണ് 100% സത്യം. കാരണം ഇവിടെ നിന്ന് യമനിലേക്ക് ജോലി ചെയ്യാൻ പോയ ഒരു പെൺകുട്ടി ജീവിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അവിടെ ചെന്ന് ആരെങ്കിലും കൊന്നിട്ട് വരാൻ വേണ്ടിയല്ല പോകുന്നത്. അപ്പോൾ ഒരു കൊലപാതകത്തിലേക്ക് അവൾക്ക് പോകേണ്ടി വന്നെങ്കിൽ അതിലേക്ക് അവളെ നയിച്ച സാഹചര്യങ്ങളും കാരണങ്ങളും കോടതി പരിഗണിക്കണമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവിടുത്തെ കോടതി അത് പരിഗണിച്ചില്ല. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു കേസ് വന്നാലും ഇവിടുത്തെ കോടതികളും ഇതേ നിലപാടാവാം എടുക്കുന്നത്. പുറത്തുനിന്ന് വന്ന ഒരു പൗരൻ നമ്മുടെ രാജ്യത്തെ ഒരു പൗരനെ കൊലപ്പെടുത്തി, അതിൻ്റെ കാരണത്തിലേക്കൊന്നും അവർ പോകാനിടയില്ല. അവർ ആ നടന്ന മർഡറിൻ്റെ സ്വഭാവം വെച്ച് അതിന് ഒരു വിധി പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ നിമിഷപ്രിയയുടെ സാഹചര്യം പരിഗണിച്ച് അവൾ എന്തുകൊണ്ടത് ചെയ്തു എന്ന് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവളുടെ ഗതികേട് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ അവളെ നമുക്ക് അപരാധി എന്ന് വിളിക്കാൻ പറ്റില്ല. അവൾ തീർത്തും നിരപരാധി തന്നെയാണ്. നിമിഷപ്രിയ ഒരു അപരാധിയാണ് എന്ന് പറയുന്നവർ ദയവായിട്ട് അവൾ കടന്നുപോയ ദുസ്സഹമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ഇതല്ലാതെ അവളുടെ മുമ്പിൽ എന്തായിരുന്നു വഴിയുണ്ടായിരുന്നത് എന്ന് ചിന്തിക്കുകയും വേണം. ആജീവനാന്തം അയാളുടെ പീഡനം സഹിച്ചുകൊണ്ട് അവിടെ തന്നെ തുടരണമായിരുന്നു, അതോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്ന് ശ്രമിക്കണമായിരുന്നു? അവൾ സുരക്ഷിതമായിട്ട് രക്ഷപ്പെടാൻ മാത്രമാണ് ശ്രമിച്ചത്. അയാളെ മയക്കിക്കിടത്തി പാസ്പോർട്ട് എടുക്കുക, ബോർഡറിലേക്ക് പോവുക, എത്രയും പെട്ടെന്നൊരു വിമാനം പിടിച്ച് നാട്ടിലെത്തുക. അത് നിർഭാഗ്യവശാലാണ് ഇത്തരത്തിലൊക്കെ ആയിപ്പോയത്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൊലപാതകം ചെയ്യാൻ കഴിവുള്ള ഒരാളല്ല, കൊലപാതകം ചെയ്യണമെന്ന് ആഗ്രഹിച്ചവളല്ല. സാന്ദർഭികവശാൽ സാഹചര്യവശാൽ അങ്ങനെ ആയിപ്പോയതാണ്. അതിൻ്റെ മൊത്തം ഉത്തരവാദിത്വവും തലാൽ എന്ന് പറയുന്ന വ്യക്തിക്കാണ്. അയാൾ ഒരു നല്ല വ്യക്തിയായിരുന്നെങ്കിൽ ഒരിക്കലും നിമിഷപ്രിയ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അവൾ ഒരിക്കലും ഒരു അപരാധിയല്ല. ഈ സംഭവം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ വളരെ എവിഡൻ്റായിട്ട് നമുക്ക് മനസ്സിലാവും അവൾ ഒരിക്കലും ഒരു അപരാധിയല്ല. താങ്ക് യു.